രാജ്യം വളരെ രഹസ്യാത്മകമായി മുന്നോട്ട് കൊണ്ടുപോയ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ചില നിർണായക വിവരങ്ങൾ. പാകിസ്ഥാന് ഒരുപക്ഷെ അവരുടെ പ്രത്യാക്രമണങ്ങൾ പദ്ധതിയിടാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ജ്യോതി ചാരസംഘടനയിലെ ഉദ്യോഗസ്ഥർക്ക് സന്ദേശമായി അയച്ചത്. അടിയന്തര ഘട്ടത്തെ തരണം ചെയ്യാൻ പൊതുജനത്തെ സജ്ജമാക്കി നിർത്താനും ബോധവൽക്കരണം നൽകാനുമാണ് കേന്ദ്ര സർക്കാർ ബ്ലാക്ക് ഔട്ടുകൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ ബ്ലാക്ക് ഔട്ടുകളുടെ വിവരം, സമയം, സന്ദർഭം, രീതി എന്നിവ ജ്യോതി പാകിസ്ഥാന് കൈമാറി. ഇന്ത്യ ഭീകര ക്യാമ്പുകളിൽ ആക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ ഇത്തരം വിവരങ്ങൾ കൈമാറിയിരുന്നു. ടെലിഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റഡ് ആപ്പുകളാണ് സംഭാഷണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. പാക് ചാരൻ ഡാനിഷ് എന്ന ഇസാനുർ റഹീമുമായുള്ള പരിചയം ജ്യോതി നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ബന്ധം സ്ഥാപിക്കുന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. 2023 നവംബർ മുതൽ ഈ വർഷം മാർച്ച് വരെ ജ്യോതി ഡാനിഷുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ മാസം 13-നാണ് ചാരപ്രവൃത്തിയുടെ പശ്ചാത്തലത്തിൽ ഡാനിഷിനെ കേന്ദ്ര സർക്കാർ പുറത്താക്കിയത്. ജ്യോതിയെ പാകിസ്ഥാന്റെ ഏജന്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഡാനിഷ് നടത്തുകയായിരുന്നു. മറ്റ് യൂട്യൂബർമാരുമായി ബന്ധപ്പെട്ട് ഒരു ശൃംഖല ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കത്തിലായിരുന്നു ജ്യോതിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ വെച്ച് ഡാനിഷാണ് അലി അഹ്വാൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെ ജ്യോതിക്ക് പരിചയപ്പെടുത്തി നൽകിയത്. ഇയാൾ ജ്യോതിയുടെ മറ്റ് കാര്യങ്ങളും ഇസ്ലാമാബാദിലെ ചർച്ചകളും സംഘടിപ്പിച്ചു. പല ബാങ്ക് അക്കൗണ്ടുകളാണ് ജ്യോതിക്കുള്ളത്. അതിനാൽ ഇടപാടുകളുടെ വിവരമെടുക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ജ്യോതിയുടെ കേരള സന്ദർശനവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഹരിയാന പോലീസ് വിവരം അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.